വെൽക്കം ടു മൈ ചാനൽ പാപ്പൂസ് കുടുക്കാസ്. ഇന്നാണെങ്കിൽ നമ്മൾ അമൃതം പൊടി വെച്ചിട്ടുള്ള ഒരു കിടുക്കാച്ചി ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് അമൃതപ്പൊടി ഇപ്പം കുറുക്കി കൊടുത്താൽ ആരും കുടിക്കുന്നൊന്നുമില്ല. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു എഗ്ഗും അമൃതം പൊടിയും വെച്ചിട്ട് എങ്ങനെ ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്നത് 2 മുട്ട. നമ്മൾ ആദ്യം ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെക്കണം. ശേഷം ഇതിൽ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് പഞ്ചസാരയും നമ്മുടെ ഏലക്കയും കൂടെ പൊടിച്ച് വെച്ചതാണ്. ഇത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഒരു വലിയ സ്പൂൺ പഞ്ചസാര മാത്രമേ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ അമൃതം പൊടി എന്ന് പറയുമ്പോൾ അതിന് തന്നെ നല്ല മധുരം ഉള്ളതാണ്. മധുരം വേണ്ടുന്നവർക്ക് മാത്രം ഈ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എനിക്കിപ്പോൾ കുറച്ച് മധുരം ഇഷ്ടമാണ്, കുഞ്ഞിനും ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇതിലേക്ക് മധുരം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏലക്ക ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. ഏലക്ക ഇഷ്ടമില്ലാത്തവർക്ക് ഏലക്ക ചേർക്കണമെന്ന് നിർബന്ധമല്ല. ഇതുപോലെ നമ്മൾ ഈ മിക്സിയിൽ നന്നായിട്ട് അടിക്കും. സാരിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഞാനിവിടെ ഒരു ബൗളാണ് അമൃതം പൊടി എടുത്തിരിക്കുന്നത്. ഈ ബൗളിൽ എടുത്ത് വെച്ചിരിക്കുന്ന അമൃതം പൊടിയുടെ പകുതി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പകുതി അമൃതം പൊടിയാണ് ആദ്യം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ 2 കൈയിലും നല്ലോണം വെളിച്ചെണ്ണ ചേർക്കണം. കാരണം ഇത് നമ്മുടെ കയ്യിലുണ്ടോ, അപ്പം നമ്മൾ 2 കൈയിലും നല്ലോണം വെളിച്ചെണ്ണ പുറത്തിയിട്ടുണ്ട്. കൂടാതെ ഒരു പ്ലേറ്റ് ഞാനിവിടെ എടുത്തിട്ട് അതിലും നമ്മൾ വെളിച്ചെണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് എടുത്ത് നമുക്കിങ്ങനെ ഒരിച്ചിരി എടുത്ത് നമ്മൾ ഫ്രൈ ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഫ്രൈയിങ് പാനിൽ എണ്ണ നന്നായിട്ട് ചൂടാകുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ഇതിനെ ഇതിനകത്ത് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരുപാട് എണ്ണ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സൈഡ് വേഗം തന്നെ ഇത് കുക്കാകും. ഏകദേശം കുക്കായിട്ടാണ് നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം.